പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മുടെ മൈത്രേയൻ എന്നും വിമർശിക്കുന്ന അമേരിക്കയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്ത്യയിലുള്ള മൈത്രേയൻ്റെ അവസാനത്തെ താൽക്കാലികമായ വീഡിയോയാണ്. താൽക്കാലികമായ അവസാനം. മൈത്രേയനോട് ചോദിക്കാനുള്ള പ്രധാന കാരണം, മൈത്രേയൻ്റെ അമേരിക്കൻ യാത്ര എന്തുകൊണ്ടും കൗതുകമാണ്. മൈത്രേയൻ തന്നെ ഒരു കൗതുകമാണ്. മൈത്രേയൻ, താങ്കളുടെ വരുമാന മാർഗം എന്താണ്? ജീവിത മാർഗം എന്താണ്? എനിക്ക് വലിയൊരു സുഹൃത്ത് സമ്പാദ്യം. എൻ്റെ സമ്പാദ്യം എന്ന് പറയുന്നത് സുഹൃത്തുക്കളാണ്. ആ സുഹൃത്തുക്കളെ കഴിഞ്ഞ ഒരു 50 വർഷത്തെ എൻ്റെ സാമൂഹിക രാഷ്ട്രീയ മേഖലയിലുള്ള പ്രവർത്തനത്തിനകത്തൂടെ ഞാൻ സമ്പാദിച്ചതാണ്. അവരാണ് ഇന്ന് എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. അപ്പം എൻ്റെ സുഹൃത്തുക്കൾ ഞാൻ ജീവിച്ചിരിക്കണം, ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് വഴിയാണ് ഇന്ന് ഞാൻ ആ പ്രവൃത്തികളെല്ലാം ചെയ്യുന്നത്. പണ്ട് ഇപ്പം അമേരിക്കയിലേക്ക് പോകുന്നതോ അല്ലെങ്കിൽ കേരളത്തിൽ ജീവിക്കുന്നതോ അത് ഞാൻ പ്രത്യേകിച്ച് ഇനിയൊരു പ്രവൃത്തി ചെയ്യേണ്ട ആവശ്യം എനിക്കില്ല. എൻ്റെ സുഹൃത്തുക്കളായിരിക്കുന്ന ആൾക്കാർ ഞാൻ എങ്ങനെ ആയിരിക്കുന്നോ, എന്ത് ചെയ്യുന്നോ അതിൽ കൗതുകമുള്ളവരും അത് ചെയ്യപ്പെടേണ്ടതാണെന്ന് വിചാരിക്കുന്നവരുമായ മനുഷ്യരാണ്. അതുകൊണ്ട് അവർ അവരുടെ ബന്ധുക്കളെയോ കുട്ടികളെയോ ഒക്കെ നോക്കുന്ന പോലെ തന്നെയാണ് എന്നെ നോക്കുന്നത്. അതിനു വേണ്ടി പ്രത്യേകിച്ച് ഞാനൊന്നും ചെയ്യേണ്ട കാര്യം. എനിക്കൊരു ആവശ്യമുണ്ടെങ്കിൽ അതറിഞ്ഞ് പെരുമാറുന്ന സുഹൃത്തുക്കളാണെന്ന്. ഞാനുണ്ടാക്കുന്നത് ഇനിയും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതും സുഹൃത്തുക്കളെയാണ്. സുഹൃത്തുക്കൾ എന്നെ നിലനിർത്തുമെന്ന് എനിക്കറിയാം. അത് മനുഷ്യരൊരു സംഘജീവിയായത് കാരണം കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്നും എനിക്കറിയാം. അപ്പം ഞാൻ അവർക്ക് പങ്കുവെച്ച് കൊടുക്കുന്നത് എൻ്റെ സൗഹൃദമാണ്. നമ്മൾ കമ്പനി എന്ന് പറയുന്നത്, അതാണ് ഞാൻ അവർക്ക് കൊടുക്കുന്നത്. മൈത്രേയനെ ഞാൻ ഓർമ്മിക്കുമ്പോഴൊക്കെ എൻ്റെ സ്വകാര്യ ഓർമ്മയിൽ വരുന്ന ഒരു കാര്യം, മലയൻകീഴ് ഒരു സ്വാമിയുണ്ട്. അദ്ദേഹം കറൻസി കൈകൊണ്ട് തൊടില്ല. ഇലക്ട്രീഷ്യനാണ്. ഇലക്ട്രിക്കൽ പണി ചെയ്ത് അതിൽ നിന്നുള്ള സമ്പാദ്യം അദ്ദേഹം ഒരു പാത്രത്തിലിട്ട് ആ പാത്രത്തിൽ നിന്ന് ആവശ്യക്കാരെടുത്തുകൊണ്ട് പോകും. ഞാൻ മൈത്രേയനെ ഓർമ്മിക്കുമ്പോഴൊക്കെ എന്തോ ആ സ്വാമി എനിക്ക് ഓർമ്മ വരും. അയാൾ വിശ്വാസിയാണ്, ഞാൻ അവിശ്വാസിയാണ്. പക്ഷേ വലിയ സുഹൃത്തുക്കളാണ് ഞങ്ങൾ തമ്മിൽ. താങ്കളുടെ സമ്പാദ്യം സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞല്ലോ. ഈ സമ്പാദ്യത്തിൽ എത്ര കാലം വരെ താങ്കൾക്ക് വിശ്വസിക്കാനാവും? അത്രത്തോളം നല്ലവരാണോ താങ്കളുടെ സുഹൃത്തുക്കൾ? നല്ലവരിപ്പോഴും ഉണ്ടോ? ഈ നല്ലതും ചീത്ത എന്നുള്ള സങ്കല്പമൊന്നും എനിക്ക്, ഞാൻ അങ്ങനെയൊന്നും അല്ല ലോകത്തിനെ കാണുന്നു, മനസ്സിലാക്കുന്നു. എൻ്റെ സുഹൃത്തുക്കളായിരിക്കുന്നവർ ഞാൻ ജീവിച്ചിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ തന്നെയായിരിക്കും. അതുകൊണ്ടാണ് അവരെൻ്റെ സുഹൃത്തുക്കളാകുന്നത്. അല്ലാതെ എന്നിൽ നിന്ന് പ്രത്യേകിച്ച് എന്തെങ്കിലും അവർക്ക് ലഭിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് വരുന്ന ഒരു സുഹൃത്തും ഉണ്ടാകത്തില്ല. എനിക്കതങ്ങനെ ആലോചിക്കേണ്ട കാര്യമേ ഇല്ല. എൻ്റെ സുഹൃത്താണോ അവർ ഞാൻ ജീവിച്ചിരിക്കണമെന്നും നിലനിന്ന് പോകണമെന്നും എൻ്റെ സുഖസൗകര്യങ്ങളൊക്കെ നോക്കണം എന്നാണ് വിചാരിക്കുന്നവർ തന്നെയാണ്. ഞാനാണെങ്കിൽ അവരോട് ചെയ്യാവുന്ന നീതി എന്ന് പറയുന്നത് മിതമായി ജീവിക്കുക എന്ന് പറയുന്നത് വഴി ഒരു ചിലവേറിയ മനുഷ്യനെ നോക്കേണ്ട ആവശ്യം അവർക്കുണ്ടാകത്തില്ല. കഴിയുന്നതും മറ്റ് ഇന്ന് ആധുനികമായ സൗകര്യങ്ങളിൽ ഏറ്റവും മിതത്വം എങ്ങനെ സാധിക്കും അത് കണ്ടെത്തിയാണ് ജീവിക്കാൻ. അപ്പോൾ ആവശ്യമില്ലാത്ത സുഖസൗകര്യങ്ങൾ ആൾക്കാർ തരുമ്പോൾ ഞാൻ അവരോട് പറയാറുണ്ട്, ഇത് ആവശ്യമില്ല. അപ്പോഴും തരുന്നവരും. അപ്പോൾ ഞാനത് സ്വീകരിക്കുന്നു. ഞാൻ അല്ലാതെ ഗാന്ധിയുടെ കൂട്ട് വാശിക്ക് വെജിറ്റേറിയൻ ആയിരിക്കുന്ന ആളാ അല്ലെങ്കിൽ ആട്ടുപാൽ കുടിക്കുന്ന ആളുമല്ല. ആളുകളുടെ സാധ്യതകൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവർ നൽകുമ്പോൾ അത് സ്വീകരിക്കുക എന്നുള്ളതാണ്. എനിക്ക് ആവശ്യമില്ലാത്തതാണ് അവർ തരുന്നതെന്നുണ്ടെങ്കിൽ അത് വേറെ ആക്കും. അതുകൊണ്ട് എൻ്റെ ബാഗ്, എൻ്റെ ഭാരം വർദ്ധിക്കത്തെ ഇല്ല. ആ സമയത്തെല്ലാം ഞാനത് മറ്റ് എൻ്റെ സുഹൃത്തുക്കളായോ പരിചയക്കാരോ അപരിചിതരായോ ആൾക്കാർക്കും അത് കൊടുക്കുന്നുണ്ടാവും. അതുകൊണ്ട് ഒരിക്കലും ഞാൻ വസ്തുവകകൾ
ഇങ്ങനെ സ്വരുക്കൂട്ടി വയ്ക്കുന്നത്. 2 ബാഗേ ഉള്ളൂ, അതിനകത്ത് കൊള്ളുന്ന സാധനങ്ങളേ ഉള്ളൂ. അത് തന്നെ കുറേ കാര്യങ്ങൾ അത്യാവശ്യമൊന്നുമല്ല, ആർക്കും കൊടുക്കാവുന്ന. അതിനെപ്പറ്റി എങ്ങനെ ആലോചിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല. ആ സഞ്ചി ഒരാളെടുത്തോണ്ട് പോകുമെന്നൊന്നും ആലോചിച്ച് വിഷമിക്കാറൊന്നുമില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മൈത്രേയനെ കണ്ടപ്പോൾ ഞാനൊരു കുറേ കശുവണ്ടി പരിപ്പ് മൈത്രേയന് കൊടുത്തു. എൻ്റെ മുമ്പിൽ വെച്ച് തന്നെ മൈത്രേയൻ അതൊരു കുട്ടിക്ക് സമ്മാനമായി കൊടുത്തു. അത് എനിക്ക് വളരെ സന്തോഷം തോന്നി കേട്ടോ. ഞാനാണെങ്കിൽ കൊടുക്കൂല. അപ്പോൾ ഞാൻ ചോദിക്കാനുള്ളത്, മൈത്രേയനെ പോലെ മറ്റൊരു മൈത്രേയനെ നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കുമോ? ഒരാൾക്ക് സാധിക്കുമോ എന്ന് ഇന്നത്തെ ഒരു അവസ്ഥയിൽ, താങ്കൾ ജീവിച്ചു വന്ന അവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ആധുനിക സമൂഹത്തിൻ്റെ പോരായ്മകളും ഗുണങ്ങളുമുള്ള ഈ സമൂഹത്തിൽ മറ്റൊരു മൈത്രേയൻ സാധ്യമോ? ഞാനതിനെ മനസ്സിലാക്കുന്ന ഒരാളെ പോലെ ഒരാൾ ലോകത്തില്ല എന്നറിയുന്നത് എടുത്തുനിന്ന് ഞാനത് ആരംഭിക്കും. മറ്റൊരു മുഹമ്മദ് ഖാനും ഇല്ല. അതേ സമയത്ത് മുഹമ്മദ് ഖാൻ ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ അർത്ഥം, ഞാൻ ചെയ്യുന്ന ജീവിത രീതി അതുപോലെ വേറൊരാൾ ആവർത്തിക്കുമോ എന്നുള്ള ചോദ്യം. അത് ഈ പറയുന്ന ഒരാളെ പോലെ ഒരാൾ സാധ്യമല്ലാതിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരാളുടെ ജീവിത സൗകര്യങ്ങളോ സന്ദർഭങ്ങളോ മറ്റൊരാൾക്ക് ഉണ്ടാകണമെന്നുമില്ല. അവർ ജീവിതത്തിനകത്ത് ചെയ്യുന്ന കാര്യങ്ങൾ ഒരുപോലെ ആകത്തുമില്ല. എല്ലാവരും ഒരുപോലെ ജീവിക്കുന്നു എന്നൊക്കെ പറയുന്നു വരുമോ? അങ്ങനെയൊന്നും അല്ല ജീവിക്കും. എല്ലാവരും വ്യത്യസ്തരായിട്ട് തന്നെയാണ് അപ്പോഴും ജീവിക്കുന്നത്. എന്നാൽ പൊതുവായ പല കാര്യങ്ങളും ആൾക്കാർ കാണാറുണ്ട്. ആ തരത്തിലുള്ള ജീവിതത്തിനകത്ത് ഒരു വ്യത്യാസം ഞാൻ എൻ്റെ ജീവിതത്തിനകത്ത് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അധ്വാനിക്കുന്ന ആളാണ് ഞാൻ. പലതരത്തിലുള്ള അധ്വാനങ്ങൾ ജീവിതത്തിൽ ചെയ്തിട്ടുള്ളതാണ്. കൃഷി ചെയ്യാനറിയാം, എല്ലാ മരങ്ങളിലും കയറാൻ അറിയാവുന്ന ആളാണ്, തെങ്ങ് സഹിതം. അതേപോലെ തന്നെ മീനെ പിടിക്കാനറിയാം, വള്ളം ഊന്നാനറിയാം, ഇതെല്ലാം ചെയ്യാനറിയാവുന്നതാണ്. ഇതൊക്കെ എൻ്റെ ശരീരത്തിന് ആരോഗ്യമുള്ള സമയങ്ങളിലെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള, അതുപോലെ തന്നെ പ്രിൻറ്റിങ് പ്രസ് നടത്താനറിയാം, പ്രൂഫ് വായിക്കാൻ അറിയാം, ഇംഗ്ലീഷും മലയാളവും പ്രൂഫ് വായിക്കാൻ അറിയാം, പ്രിൻ്റ് ചെയ്യാനറിയാമായിരുന്നു, കമ്പോസ് ചെയ്യാനറിയാം, ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ചെയ്യാനറിയാം. അതുപോലുള്ള സ്കില്ല് പണികൾ കുറേ അറിയാം. അപ്പോൾ അതിന് ശേഷമാണ് ടൈപ്പ് ചെയ്യാൻ. അത് കഴിഞ്ഞിട്ട് കമ്പ്യൂട്ടർ വന്നപ്പോൾ കമ്പ്യൂട്ടർ അതിനകത്ത് കണ്ടൻറ് റൈറ്റിംഗ് എന്ന് പറയുന്നതൊക്കെ ചെയ്യാം. ഇതെല്ലാം ചെയ്തത് സിനിമയ്ക്കകത്ത് സ്ക്രിപ്റ്റ് റൈറ്റ് ചെയ്യാൻ സഹായിക്കാറുണ്ട്. പണിയൊക്കെ ചോദിച്ചാൽ ധാരാളം ചെയ്തിട്ടുണ്ട്. പുസ്തകങ്ങൾ പ്രിൻ്റ് ചെയ്ത് വിൽക്കാനറിയാം. എനിക്ക് അഗ്രസീവായിട്ട് പുസ്തകം വയ്ക്കാൻ അറിയാം. ഒരാൾക്ക് വിൽക്കാൻ കഴിയത്തില്ലെന്ന് വിചാരിക്കുന്ന പുസ്തകങ്ങൾ മറ്റുള്ളവരെ കൊണ്ട് വാങ്ങിപ്പിക്കാൻ എനിക്കറിയാവുന്നതാണ്. ഒക്കെ ചെയ്യാനറിയാം. ഓർഗനൈസ് ചെയ്യാനറിയാം. ഞാൻ ചിലപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള അത്രയും വേദികൾ അധികം ആരും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ വേദികളിൽ കയറാതിരിക്കാനും അറിയാം. ഞാൻ ഉണ്ടാക്കിയ വേദികളിലൊന്നും കയറി സ്വാഗതമോ നന്ദിയും കൂടെ പറഞ്ഞിട്ടില്ല. അതാണ് അവിടെയും വേറൊരാളെ കയറ്റി നിർത്താനായിട്ട്. അങ്ങനെ പലതരത്തിലുള്ള സ്കിൽസ് ഞാൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ചെയ്തിട്ടുണ്ട്, ജീവിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ നിലവാരത്തിൽ അധ്വാനങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ തൊഴിൽ ചെയ്തിട്ടില്ല. കൂലിക്ക് തന്നെ ഞാൻ കൊടുത്തിട്ടില്ല. 6 മാസം ജയശ്രീ നടത്തിയ ഒരു പ്രോജക്റ്റിനകത്ത് കൂലി വാങ്ങി ജോലി ചെയ്തിട്ടുണ്ട്. ഈ കൂലി വാങ്ങിക്കാതിരിക്കാനുള്ള കാരണം അധ്വാനിച്ച് ജീവിക്കാൻ അറിയാവുന്നതുകൊണ്ട്. അത് ജീവിതത്തിൽ ആദ്യമേ തീരുമാനിച്ചതാണ്. ഞാൻ എന്നെ മറ്റൊരാൾക്ക് വിൽക്കില്ല എന്ന് തീരുമാനിച്ചിട്ടായിരുന്നു ജീവിച്ചത്. അതുകൊണ്ട് നമ്മുടെ ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ ബാധ്യത വരും കൂലിക്ക് കൊടുക്കുമ്പോൾ. അങ്ങനെ പറയുമ്പോൾ നിലനിൽക്കുന്ന ഒരു സമൂഹത്തിനകത്ത് ഒരു വ്യക്തിക്ക് സാധ്യമല്ലാത്തൊരു കാര്യമല്ലേ മൈത്രേയൻ പറയുന്നത്? സത്യമല്ലാത്തതല്ല. കൃഷി ചെയ്യുന്ന ഒരു കൂലിക്കല്ല ചെയ്യുന്നത്. കാർഷിക തൊഴിലാളിയും കർഷകനും രണ്ടാണ്. കർഷകർ മണ്ണിനകത്ത് അധ്വാനിച്ചാണ് ജീവിക്കുന്നത്. പക്ഷെ അവർ കൂലിക്കല്ല. കുഞ്ഞിനെ വളർത്തുന്നു, കൂലിക്കല്ല. എല്ലാ അമ്മമാരും കൂലിക്കല്ല കുഞ്ഞുങ്ങളെ വളർത്തുന്നു. പക്ഷെ അംഗനവാടി പോയാലും അത് കൂലിക്കാം. അല്ല, നിങ്ങൾ റിവാർഡ് ഉണ്ടല്ലോ കുഞ്ഞിനെ വളർത്തുമ്പോൾ. റിവാർഡെന്ന് പറയുന്നത് കൂലിയല്ല. ആരുടെയും കീഴിലല്ല. എല്ലാ വീട്ടമ്മമാരും
കൂലിക്കല്ല ജീവിക്കും. കൂലിയില്ലാത്ത പണിയാണ്. ഇഷ്ടംപോലെ ഉണ്ട്, അധ്വാനിച്ച് ജീവിക്കുന്നവരവർ. അപ്പോൾ അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അല്ല എല്ലാവരും കൂലിക്ക് ജോലി ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഈ കൂലിക്ക് ജോലി ചെയ്യുന്നവർ, നമ്മളിപ്പോൾ ഉദ്യോഗസ്ഥരെന്ന് പറയുന്നവർ ഇപ്പോൾ കേരളത്തിൽ എടുക്കുകയാണെങ്കിൽ 2% കൂടുതൽ വരും. അതേസമയത്ത് കർഷക തൊഴിലാളികളായിട്ടോ മറ്റു പണികളൊക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ കൂലിക്ക് കൊടുക്കുന്നുണ്ട്. അവരൊരു 10-60% ഒക്കെ വരുന്നുണ്ടാവും. പക്ഷെ അപ്പോഴൊരു 40% അങ്ങനെ അല്ലാത്തവരുണ്ട്. അവർ അധ്വാനിച്ച് ജീവിക്കുന്നവർ. അങ്ങനെയുണ്ട്. ലോകത്തിനെ അകത്ത് കൃഷി ചെയ്യുക, അതേപോലെ തന്നെ ഇപ്പോൾ കരകൗശല സാധനങ്ങളുണ്ടാക്കി ഒരു പെയിൻറ്റർ അയാൾ ഉണ്ടാക്കിയ സാധനം വിൽക്കുക ചെയ്യുന്നത്. അല്ല അയാൾ ആരുടെയെങ്കിലും കീഴിൽ ജോലി ചെയ്യുന്ന ആളാണ്. അധ്വാനം, നമ്മളൊരു പിച്ചാത്തി ഉണ്ടാക്കി വിൽക്കുന്ന ആൾ ജോലിക്കൂലിക്കാരനല്ല, അയാളുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ആൾ. അങ്ങനെ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ധാരാളം മനുഷ്യരുണ്ട്. അങ്ങനെ കൂലി വാങ്ങിക്കുന്ന ഒരുപിടി ആളുകൾ സമൂഹത്തിന് ആവശ്യമല്ലേ? ആവശ്യമല്ലയോ ആണോ എന്നുള്ള ചർച്ച നമ്മൾ രണ്ടുപേരും കൊണ്ട് ഇയാൾ എങ്ങനെയാണ് ഞാൻ ജീവിക്കുന്നത് ചോദിക്കുന്ന ചോദ്യത്തിന് ഞാൻ ആരെങ്കിലും കൂലിക്ക് വിൽക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഞാനങ്ങനെ ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. ഞാൻ അധ്വാനിച്ച് ജീവിച്ച ആളാണെന്നാണ് പറയുന്നത്. അപ്പോൾ കൂലിക്കല്ലാതെ അധ്വാനിച്ച് ജീവിക്കാൻ, ഇപ്പോൾ ട്യൂഷൻ എടുത്ത് ജീവിക്കുന്ന ഒരു അധ്യാപകൻ, അയാൾ കൂലിക്കല്ല അല്ല. അതേസമയത്ത് കോളേജിൽ ജോലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അയാൾ കൂലിക്കാണ് ചെയ്യുന്നത്. ഈ വ്യത്യാസമുണ്ട്. അല്ല ആരുടെയും കീഴിലല്ല. ഇപ്പം എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ വേറൊരാൾക്ക് പങ്കുവയ്ക്കുമ്പോൾ അത് കൂലിക്കല്ല ചെയ്യുന്നത്. ഞാൻ ധാരാളം കാര്യങ്ങൾ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്, ഇതൊന്നും കൂലി മേടിക്കാതെ. അതേസമയത്ത് ചിലർ പറയും നിങ്ങൾക്ക് ഞാനൊരു ഉടുപ്പ് മേടിച്ചു തരിക എന്ന്, അവർക്ക് എന്തെങ്കിലും എനിക്ക് തരണമെന്ന്. ആ തരുന്ന തരത്തിലുള്ള പ്രവർത്തനമാണ് ചെയ്യുന്നത്. ഇന്ന് എൻ്റെ കമ്പനിയാണ്, എൻ്റെ സൗഹൃദമാണ് ആൾക്കാർക്ക് ഞാൻ കൊടുക്കുന്നത്. എൻ്റെ സമയവും ഇങ്ങനെ ഞാൻ ആളുകൾക്ക് അവൈലബിൾ ആയിരിക്കുക എന്ന് പറയുന്നത്. അത് അവർക്ക് എങ്ങനെ വേണേലും ഉപയോഗിക്കും. എനിക്ക് പല സ്കില്ലുകളുണ്ട്, അതൊക്കെ എന്നെ കൊണ്ട് ചെയ്യിക്കാനൊക്കെ. അതിനൊന്നും കൂലി തരണ്ടായി, ഞാൻ ജീവിച്ചിരിക്കാനായിട്ട് സഹായിച്ചാൽ മതി. അത് ഉച്ചയ്ക്ക് ഒരു നേരത്തെ ഭക്ഷണം തന്നാൽ, കിടക്കാനൊരിടം എന്ന് പറയുമ്പം കക്കൂസുള്ള മുറി വേണം, അതൊന്നും ഞാൻ പറയാം. അവർ എങ്ങനെ ജീവിക്കുന്നു അവരോടൊപ്പം ജീവിക്കും, അത്രേ ഉള്ളൂ. എനിക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഒന്നും തന്നെ ചെയ്യാം. അസൗകര്യങ്ങൾ തോന്നാറുണ്ടോ? ഞാൻ അങ്ങനെയല്ല കാണുന്നത്. ആ ആൾ ജീവിക്കുന്നതിനോടൊപ്പം ജീവിക്കാനാണ്. അല്ല അസൗകര്യവും നോക്കിയിട്ടല്ല ഒരാളുടെ കൂടെ പോകുന്നത്. എന്നെ വിളിക്കുന്ന ആൾ എങ്ങനെ ജീവിക്കുന്നു അവരോടൊപ്പം ജീവിക്കുക എന്ന് പറയുന്നത് അഡാപ്റ്റ് ചെയ്യാനാണ് ഞാൻ പഠിച്ചത്. നല്ല കൊതുകുള്ള ഒരു വീട്ടിൽ ചെന്നു വരേണ്ടതില്ല എന്ന് തോന്നൂലേ? ഇല്ല, ഞാൻ ഒഡോമോസുമായിട്ടായിരിക്കും പോകുന്നത്. എൻ്റെ കൂടെ ഉണ്ടാവും. അത് അയാളുടെ വീട്ടിൽ പോകുന്നുണ്ടല്ല കൊതുകുള്ളതെന്ന് അറിയുന്നത്. കൊതുക് ഭൂമിയിലുണ്ടെന്ന് അറിയുന്ന ആളാണ്. അപ്പം ഞാൻ അതിനെ കരുതലെടുത്തിട്ടുള്ള ആളാണ്. അപ്പോൾ ഈ ബാഗിൽ ഒഡോമോസ് ഉണ്ട്. എൻ്റെ അതിനകത്ത് കണിശമായിട്ട് ഒഡോമോസ് ഒന്നായിരിക്കത്തില്ല, ആ വീട്ടുകാരനും കൂടെ കൊടുത്തു ഞാൻ. അങ്ങനെയാണ് ചെയ്യുന്നത്. ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ. ഒരു കൊതുക് വല കൊണ്ട് നടക്കാനായിട്ട് ബാഗിനകത്ത് സ്ഥലമില്ലാത്തതുകൊണ്ട് മാത്രമാണ് കൊതുക് വല ഇല്ലാത്തത്. അല്ലെങ്കിൽ അത് കൊണ്ടുപോകും. അതൊരു കുറച്ചുകൂടെ നേർമയായിട്ട് മടക്കി വയ്ക്കാൻ പറ്റുന്ന തരത്തിലൊരു കൊതുക് വല ഉണ്ടാക്കി തരുന്ന ഒരു കാലത്ത് ഇപ്പം ഇങ്ങനെ നമുക്ക് എന്താ പറയുക, ഇങ്ങനെ സ്പ്രിങ് പോലുള്ള സാധനമൊക്കെ വന്നിട്ടുണ്ട്. കുറച്ചുകൂടെ മടക്കി വയ്ക്കാൻ പറ്റുന്ന ഒരെണ്ണം വരുവാണെങ്കിൽ എൻ്റെ ബാഗിനകത്ത് കൊണ്ടുപോയി ഞാനത് ഉപയോഗിക്കും. അപ്പം അതുപോലുള്ള സാധനങ്ങളൊക്കെ എനിക്കുണ്ട്. ഞാൻ ആധുനികമായ എല്ലാ കണ്ടുപിടുത്തങ്ങളും പ്രൊമോട്ട് ചെയ്യുന്ന ആളാണ്. ബാഗിനകത്ത് എന്തൊക്കെയുണ്ട്? ബാഗിനകത്ത് കിടക്കാനുള്ള ഒരു പുതപ്പ് കാണും. ചില സമയത്ത് പുതപ്പ് പ്രൊവൈഡ് ചെയ്യാൻ ആൾക്കാർ. തണുപ്പത്ത് ചെന്നാൽ അത്യാവശ്യം കൊച്ചി പോകാതിരിക്കാൻ വേണ്ടി വരുന്ന ഒരു വസ്ത്രമുണ്ടാകും. 2 പാൻസേ ഉള്ളൂ. 2 അതിന് മേലിടുന്ന ഉടുപ്പ് മാത്രമാണ് ഒരു 4 അത് ശരി. കളർഫുൾ ആവും അപ്പോൾ. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും മാറുന്ന പോലെ തോന്നുന്നു. പക്ഷെ പാൻസ് 2 ഉള്ളൂ. അപ്പോൾ അതുപോലുള്ള മിതമായിട്ട് നിർത്താൻ പറ്റുന്ന സ്ഥലങ്ങളെല്ലാം മിതത്വത്തോടെ ചെയ്യുന്നുണ്ട്. സൂചി നൂല് സഹിതമുണ്ട്. ബട്ടൺസ് പൊട്ടി പോയാൽ തയ്ക്കാനറിയും, കീറിയാൽ തയ്ക്കാനറിയും. ഇതെല്ലാം അങ്ങനെയുള്ള എല്ലാ പ്രാഥമികമായ മനുഷ്യർക്ക് ജീവിച്ചു പോകാൻ ആവശ്യമായിട്ടുള്ള സ്കില്ലുകളുള്ള ആളാണ്.
അതൊന്നും എന്നെ ബാധിക്കത്തില്ല. ഞാൻ ആരെങ്കിലും എൻ്റെ ഉടുപ്പ് തയ്ച്ച് തരണം എന്ന് പറഞ്ഞ് പോകേണ്ടി വരത്തില്ല. അതേ സമയത്ത് വലുതായിട്ട് കയറിപ്പോയാൽ തൈ കടയിൽ കൊടുത്ത് തയ്പ്പിക്കുക എന്ന് പറയുന്നത് മാത്രമായിരിക്കും അറിയാം. അതുകൊണ്ട് ഒരു അക്കൗണ്ടുണ്ട്, ബാങ്ക് അക്കൗണ്ടുണ്ട് ഉള്ള ആളാണ്. അതിനകത്ത് ആരെങ്കിലും തരുന്ന പണമാണ് അതിനകത്തുള്ളത്. അത് ഇപ്പം നിലവിൽ 5000 രൂപ. അതാരെങ്കിലും ചോദിച്ചാൽ കൊടുക്കാൻ വേണ്ടിയാണ് അത് ഉപയോഗിക്കപ്പെടാറുള്ളത്. പിന്നെ ചെറിയ അത്യാവശ്യം ചില സമയത്ത് ആളുകൾ തരുമ്പോഴും ഒരു ഷേവിങ് ബ്ലേഡ് തരുന്നുണ്ടാവില്ല, ഒരു ബ്ലേഡ് മേടിക്കേണ്ടി വരും. അപ്പം അതുപോലുള്ള ചെറിയ പ്രാഥമികമായിട്ടുള്ള ഈ യാത്രയ്ക്കുള്ള ബസ് ടിക്കറ്റും ട്രെയിൻ ടിക്കറ്റും മേടിക്കാനാണ് ശരിക്കും പറഞ്ഞാൽ അത് ഉപയോഗിക്കുന്നത്. അതിനുള്ള പണമായിരിക്കും അതിനകത്ത് വരുന്നത്. ആളുകളുടെ ചില സന്ദർഭത്തിൽ ഇപ്പം എൻ്റെ കണ്ണ് ഓപ്പറേഷൻ നടന്നു. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളായ ആൾക്കാർ തന്നെയാണ് അതെല്ലാം പേ ചെയ്തത്. അവരാണ് എൻ്റെ കണ്ണ് ഓപ്പറേറ്റ് ചെയ്ത് സഹായിച്ചത്. അത് ഓപ്പറേറ്റ് ചെയ്യുന്ന ഡോക്ടർ സഹിതം അയാളുടെ റേറ്റ് കുറച്ചായിരിക്കും അയാൾ തരും. കാരണം അയാൾക്ക് എനിക്ക് തരാമില്ല. ഒരു കൂട്ടർ കണ്ണിനകത്ത് വെക്കുന്ന ഗ്ലാസ് തരുന്നുണ്ട്. സ്പെക്ട്രേ മേളിൽ മുന്നേറ്റിരിക്കുന്ന ഈ ഗ്ലാസ് സ്പെക്ടക്കിൾ മേടിച്ച് തന്നിട്ടുണ്ട്. ഇങ്ങനെ ഓരോരുത്തരും ഷെയർ ചെയ്ത് ഒരു 3-4 പേര് ഷെയർ ചെയ്യുമ്പോൾ അവർക്കൊരു വലിയ ഭാരമൊന്നും ഇല്ലാതെ അത് നടന്നു പോകും. ചിലർ വന്നിട്ട് പറയും ഞാൻ തന്നെ ചെയ്യും എന്ന് പറയും. അത് ഞാൻ അങ്ങനെ അനുവദിക്കാറില്ല. അവരൊരു ഓണർഷിപ്പിൽ ഉണ്ടായി പോകാതിരിക്കാൻ ശ്രമിക്കും. അതുകൊണ്ട് കഴിയുന്നതും കൂട്ടായ ആൾക്കാർ കുറേശ്ശെ തരുന്ന ഒരു ഇതിനകത്തായിരിക്കും. ഞാൻ പണ്ട് എൻ്റെ ക്യാമറ മേടിക്കുന്ന സമയത്ത് ഞാൻ ഫേസ്ബുക്കിനകത്ത് ഇടുക ചെയ്തത്, ഞാൻ ഇന്ന ക്യാമറ, എനിക്ക് ആവശ്യമായ ലെൻസ്, എനിക്കൊരു ഫുൾ ഫ്രെയിം ക്യാമറ വേണം എന്നുള്ള കാര്യം ഞാൻ ഫേസ്ബുക്കിനകത്ത് എഴുതിയിടുക ചെയ്തത്. അത് 2.25 ലക്ഷം രൂപ വിലയുള്ള ഒരു ക്യാമറയായിരുന്നു ഞാൻ മേടിച്ചത്. ഞാൻ പറഞ്ഞു ഈ ക്യാമറയാണ് ഇത്രയും വില വരും. അപ്പം ഞാൻ അതിനകത്ത് എഴുതിയിട്ടു. 2010 ഒരു 2 ആഴ്ചക്കകത്ത് ഈ രൂപ ഉണ്ടായി. അപ്പോൾ ഞാൻ പണം തികഞ്ഞു, ഇനി വേണ്ട. അങ്ങനെ അത് ചെയ്യുന്നത്. ക്യാമറ മേടിച്ച് ക്യാമറയുടെ പടം എല്ലാവരെയും കാണിച്ച് അതിനകത്ത് തന്നെ ഇട്ട് ഞാൻ പടം എടുത്ത്, ഞാൻ എൻ്റെ എടുത്ത പടങ്ങളെല്ലാം ഫ്രീ ആണ്. അതൊന്നും തന്നെയും ഞാൻ വിൽക്കാറില്ല. എന്നാൽ വിറ്റ ഒരു സമയം ഉണ്ടായിട്ടുണ്ട്. ഒരു പരസ്യം വിറ്റത് എന്നുള്ള അർത്ഥത്തിലല്ല, ഒരു ഫോട്ടോഗ്രാഫി ബുക്ക് കണ്ട്, ആ ബുക്ക് കണ്ടപ്പോൾ അതിൻ്റെ പുറത്ത് ഒരു പരസ്യം കണ്ട്. ഞങ്ങളുടെ വെബ്സൈറ്റിൽ 1000 പടം അവർ സെലക്ട് ചെയ്യണം. അവർ സെലക്ട് ചെയ്യുന്ന ക്വാളിറ്റിയുള്ള പടം 1000 എണ്ണം സെലക്ട് ചെയ്യപ്പെട്ട നിങ്ങൾക്ക് ഒരു പ്രൈസ് ഉണ്ടാവും. അത് അന്ന് തായ്ലൻഡിൽ 4 രാത്രി 5 പകല്. അപ്പോൾ ഞാനിങ്ങനെ പടം എടുക്കാൻ തുടങ്ങിയ സമയത്താണ്. അപ്പോൾ ഞാൻ വിചാരിച്ച് കുറേ പടം എൻ്റെ കയ്യിലുണ്ട്, എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെ ഇരിക്കുന്ന സമയമാണ്. ഞാൻ ആ പടം ഫേസ്ബുക്കിനകത്ത് അപ്ലോഡ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അവർക്ക് അയച്ചു കൊടുത്തു. 1200 പടം കൊടുത്തപ്പോൾ 1000 പടവും അവർ സ്വീകരിച്ചു. 200 പടം റിജക്റ്റ് ചെയ്ത് പടം മോശമായതുകൊണ്ടല്ല, അതിന് അനുവാദങ്ങളൊക്കെ വേണം. നമ്മളിപ്പോൾ ഒരു കാറിൻ്റെ പടം എടുത്താൽ അതിൻ്റെ ഉടമസ്ഥൻ്റെ അനുവാദം വേണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള തരത്തിൽ, അല്ലെങ്കിൽ മിക്കവാറും എല്ലാ പടവും അവർ സ്വീകരിച്ച പോലെ. അപ്പോൾ അന്ന് 20 പേരെയായിരുന്നു അവർ സെലക്ട് ചെയ്ത് അയക്കും എന്ന് പറഞ്ഞു. ജനം 8 പേരേ ഉള്ളൂ. അതുകൊണ്ട് ഒരാഴ്ച അവർ നമ്മളെ വിട്ടു തായ്ലൻഡിലേക്ക്. ഏത് വർഷമായിരുന്നു അത്? 2009-10 ആ സമയത്ത്. 2008 ഞാൻ ക്യാമറ വാങ്ങിയത്. അപ്പം അങ്ങനെ ആ ക്യാമറയായിട്ട് എൻ്റെ 2 നീസസ് മേടിച്ചു തന്നതാണ്. അവർ ഓസ്ട്രേലിയയിലാണ്. അപ്പോൾ അവർ മേടിച്ചു തന്നാൽ അതേസമയത്ത് അടുത്ത ക്യാമറ കൂട്ടുകാരെല്ലാവരും ഇവിടെ മേടിച്ചത്. അത് ലോകവ്യാപകമായി ഞാൻ ഈ അടുത്ത ക്യാമറ മേടിക്കാനായിട്ട് ആവശ്യപ്പെടുമ്പോൾ അത്രയും പേര് എൻ്റെ പടങ്ങൾ കണ്ടിട്ടുള്ളവരായിരുന്നു.
5000 പേരെങ്കിലും എനിക്ക് സുഹൃത്തുക്കളായിട്ട് ഫേസ്ബുക്കിലുണ്ട്. ഇത്രയും ആൾക്കാർ പടം കണ്ട കാരണം കൊണ്ട് അവർക്ക് എല്ലാവരും ഞാൻ പടം എടുക്കണം എന്ന് തീരുമാനിച്ചിട്ട് അയച്ചു തന്നതെന്നാണ് പറഞ്ഞത്. എനിക്കൊരു പരിചയവും ഇല്ലാത്ത, എനിക്ക് തോന്നുന്ന ടസ്മേനിയ എന്നങ്ങാണ്ട് പറഞ്ഞൊക്കെ സ്ഥലത്തു നിന്നൊക്കെ ഉള്ളൊരു പയ്യനാണ്. അവൻ്റെ ഈ കോളേജിൽ പഠിക്കുന്നതിന് അവർ വീട്ടുകാർ കൊടുത്ത കാശ് വരെ അയച്ചത്. ഞാൻ പറഞ്ഞു താനത് അയക്കണ്ട. അല്ലല്ല, എനിക്ക് നിങ്ങളുടെ പടം ഞാൻ എല്ലാം കണ്ടിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ അയക്കുക എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെ തന്നിട്ടാണ്. അപ്പോൾ അതേ സമയത്ത് കേരളത്തിലുള്ള ആൾക്കാരൊക്കെ 20,000 രൂപ വരെ തന്നവരുണ്ട്. ഈ 2.5 ലക്ഷം രൂപ അടുത്ത് വരുന്ന ക്യാമറ മേടിക്കുമ്പോൾ അങ്ങനെ തന്നിട്ടുള്ളവരും. ഇപ്പം ക്യാമറ ഉപയോഗിക്കാറുണ്ടോ? 2018 ഞാൻ ആ ക്യാമറ വിറ്റു. ഞാനത് 10 വർഷമേ പടം എടുത്തത്. ഫോട്ടോഗ്രാഫി ഇപ്പം ഇല്ല. ഇപ്പം ഇല്ല. ഇപ്പം ഞാൻ ഈ എന്താണ് സെൽഫോൺ വെച്ചെടുക്കുന്ന പടങ്ങളേ ഉള്ളൂ. അത് പിന്നെ നല്ല ക്വാളിറ്റിയുള്ള. അല്ല, ഞാനത് അനുഭവിച്ചു. കാരണം വെച്ചാൽ നമ്മൾ മൂണിൽ പോയപ്പോഴത്തേക്കും ഞാനും ഫോട്ടോ എടുത്തു. മൈത്രേൻ എടുത്ത ഫോട്ടോ കൊണ്ടത് കാണിച്ചു. എനിക്ക് അസൂയ തോന്നി. എനിക്കത് പറ്റിയില്ലല്ലോ. അത് ക്യാമറയിൽ പടം എടുക്കാൻ ഞാൻ കുറച്ച് പഠിച്ചിട്ടുണ്ട്. പഠിച്ചതെന്ന് പറഞ്ഞാൽ ആരും പഠിപ്പിച്ചിട്ടല്ല, എടുത്ത് പഠിച്ചതാണ്. ഞാനൊരു ഒറ്റ പുസ്തകം പോലും ഫോട്ടോഗ്രാഫിയുടെ വായിച്ചിട്ടില്ലാത്ത ആളാണ്. അല്ലാത്ത പുസ്തകങ്ങളെ വായിച്ചിട്ടുണ്ട്. ഞാൻ ഒരു ഫോട്ടോഗ്രാഫറായിട്ട് അറിയപ്പെടാനായിട്ട് ചിന്തിച്ചിട്ടില്ല.